ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. കൃഷ്ണാസ് സ്റ്റോറി ടൈം എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും ശ്രീകൃഷ്ണ ഭഗവാന്റെ അനുഗ്രഹാശിസ്സുകൾ ഉണ്ടാകുവാനായി പ്രാർത്ഥിക്കുന്നു. കൃഷ്ണായനത്തിൻ്റെ മുൻപ് വായിച്ച ഭാഗങ്ങളെല്ലാം എല്ലാവരും കേട്ടിരിക്കുമെന്ന് കരുതട്ടെ. കൃഷ്ണായനത്തിൻ്റെ രചയിതാവ് തുളസി കോട്ടുക്കൽ, പബ്ലിഷേഴ്സ് ഹരിശ്രീ ബുക്സ് പുനലൂർ, ഓഡിയോ കൃഷ്ണകുമാരി. കൃഷ്ണായനം ഈ ചാനലിലൂടെ കേൾക്കുന്ന എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി. ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരെല്ലാം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ കൂടി എനേബിൾ ചെയ്യുക. എങ്കിലേ ഞാനിടുന്ന വീഡിയോസ് കൃത്യമായി നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. ഇന്നത്തെ ഭാഗത്തിലേക്ക് ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. ദ്വാരക ഉണരുന്നു. സായാഹ്നമാകുന്നു. തങ്കക്കതിരവൻ രശ്മിജാലങ്ങൾ കൊണ്ട് ആകാശത്ത് സൗവർണ ചിത്രങ്ങൾ നിർമ്മിക്കുന്നു. വെള്ളി കോരി ഒഴിച്ചതുപോലെ കടൽ തിളങ്ങുന്നു. കടൽ തീരത്ത് കണ്ണാടി നോക്കുന്ന രൈവതക പർവ്വതത്തിലെ പരന്ന പാറപ്പുറത്തിരുന്ന് കേശവൻ രമണീയമായ സായാഹ്നം ആസ്വദിച്ചു. ഗോവിന്ദന് വന്ദനമോദി പ്രകൃതി ഭവ്യതയോടെ നിന്നു. നേർത്ത തിരമാലയിൽ സൂര്യരശ്മികൾ മഴവിൽ നിർമ്മിക്കുന്നത് കണ്ടപ്പോൾ ഭൗതിക സൗന്ദര്യത്തിൻ്റെ ചാരുതയിൽ കേശവന്റെ മനം ആഹ്ലാദിച്ചു. രൈവതക പർവ്വതത്തിൽ മഞ്ഞിറങ്ങി വന്നു. കേശവന് ചുറ്റും ഛത്രം നിർമ്മിച്ച് പനിനീർ ഘനീഭവിച്ചു. ഗോവിന്ദൻ ഇങ്ങനെ ചിന്തിച്ചു: കുശസ്ഥലിയുടെ തീരത്തെ ചുംബിക്കുന്ന തിരമാലകൾ പുറകോട്ടിറങ്ങിയാൽ യാദവരുടെ പിതൃഭൂമി ഉയർന്നു വരും. പണ്ടെന്നോ കടൽ കയറി മുങ്ങിയതാണ് അവിടം. യാദവരുടെ ഭൗതിക സ്വപ്നങ്ങൾ ഉറങ്ങിക്കിടക്കുന്ന ആ ഭൂമി അവർക്ക് നൽകണം. വിളഭൂയിഷ്ടമായ ആ മണ്ണ് അവർക്ക് ഊർജം നൽകും. ആ പഴയ കഥ കൃഷ്ണന്റെ മുമ്പിൽ തെളിഞ്ഞു വന്നു. യാദവരുടെ പിതൃഭൂമിയുടെ പൂർവകഥ. പണ്ട് കുശസ്ഥലിയുടെ ഭാഗമായിരുന്നു ആ നഗരം. രൈവതക പർവ്വതത്തിൻ്റെ വിശാലമായ തടപ്രദേശം. വിത്തെറിഞ്ഞാൽ 10 വിളയുന്ന പൊന്നാര്യൻ ദേശം. സമശീതോഷ്ണാവസ്ഥയിൽ ഔഷധച്ചെടികളടക്കം എല്ലാ ഫലവൃക്ഷങ്ങളും അവിടെ വളർന്നു വന്നു. അമ്പരചുംബികളായ മണിമാളികകൾ കൊണ്ട് ദേവനഗരിയെപ്പോലും ഈ നഗരം നാണിപ്പിച്ചിരുന്നു. ദേവലോകത്തു നിന്നും ഹംസങ്ങൾ ബിസതന്തുക്കളുമായി ഇവിടെ വിരുന്നു വരാറുണ്ടായിരുന്നു. നെയ്തലാമ്പലുകളിൽ തേനുണ്ട്. വരിവണ്ട് ഗാനമാലപിച്ച് പറക്കുന്ന മനോഹര പൊയ്കകൾ കൊണ്ട് നിറഞ്ഞതായിരുന്നു ഈ നഗരം. ബ്രഹ്മാവിൻ്റെ പരമ്പരയിലുള്ള ശര്യാദിയുടെ പുത്രനായ ആനർത്തനാണ് ഈ നഗരം സ്ഥാപിച്ചത്. നഗരത്തെ മോടി പിടിപ്പിക്കുന്നതിൽ ആനർത്തൻ എന്നും ഔത്സുക്യം കാണിച്ചു. ദേവനഗരിക്ക് തുല്യമായി മന്നിടത്തിൽ ഒരു നഗരം വേണമെന്ന് ആനർത്തൻ ഉറച്ചു. 3 വശവും ജലത്താൽ ചുറ്റിയ ഈ പ്രദേശം ഹൃദ്യമായിരുന്നു. ആനർത്തൻ്റെ മകനായിരുന്നു രേവതൻ. പിതാവ് മരണക്കിടക്കയിൽ കിടന്നുകൊണ്ട് ഒരു കാര്യം മാത്രം മകനോട് ആവശ്യപ്പെട്ടു: ദേവസഭ പോലെ ഒരു മണ്ഡപം പണിയുക. അച്ഛൻ്റെ ആഗ്രഹമായിരുന്നു. വിധി അതിന് അനുവദിച്ചില്ല. നീ അത് നിർമ്മിക്കണം. സുധർമ്മയെ തോൽപ്പിക്കുന്ന ആ സഭ കാണുവാൻ ദിക്പാലകർ എത്തണം. അത്തരമൊരു മണ്ഡപം പണിയുമെന്ന് നീ എനിക്ക് വാക്കു തരണം. പിതാവിൻ്റെ ആഗ്രഹം പൂർണ്ണമായും പാലിക്കാമെന്ന് മകൻ വാക്കുകൊടുത്തു. ആനർത്തന് ആശ്വാസമായി. രേവതൻ പിതാവിനോട് നടത്തിയ പ്രതിജ്ഞ നടപ്പിലാക്കുവാൻ തന്നെ തീരുമാനിച്ചു. വിശിഷ്ട ശില്പികളെ വരുത്തി സഭ പണിയുവാൻ തുടങ്ങി. ആനർത്തൻ ആ രംഗം കണ്ട് ആശ്വാസത്തോടും ആനന്ദത്തോടും മരണം വരിച്ചു. യാദവർക്ക് പ്രിയനായിരുന്നു ആനർത്തൻ. ചിതറിക്കിടക്കുകയായിരുന്ന യാദവരെ ആനർത്തനാണ് ഒന്നിപ്പിച്ചത്. യാദവർക്ക് രക്ഷയും സുഭിക്ഷതയും അദ്ദേഹം നൽകി. ആ സ്നേഹം പ്രജകൾ രാജാവിനോട് കാണിച്ചു. 3 ദിവസം അവർ ജലപാനം ആഹരിക്കാതെ രാജാവിൻ്റെ ആത്മാവിനു വേണ്ടി പ്രാർത്ഥിച്ചു. 14 ദിവസം പുല ആചരിച്ചു. രേവതൻ സഭയുടെ പണി തുടർന്നു.
പണി പകുതി കഴിഞ്ഞപ്പോൾ തന്നെ രൈവതക സഭ ദേവസഭയെ ജയിക്കുമെന്ന് ദേവന്മാർ പോലും പറഞ്ഞു. ഈ വാർത്ത ദേവേന്ദ്രൻ്റെ കർണത്തിലുമെത്തി. ദേവപ്രഭുവിന് അത്ഭുതമായി. തൻ്റെ സഭയെ വെല്ലുന്ന ഒരു മണ്ഡപം മന്നിടത്തിൽ ഉയരുമെന്നോ? അതു പാടില്ല. അത്തരമൊരു സഭ ഭൂമണ്ഡലത്തിലുണ്ടായാൽ മനുഷ്യർ ദേവന്മാരെ ബഹുമാനിക്കുകയില്ല. സുധർമ്മ പോലെ ഒരു സഭ അവിടെ പണിയുവാൻ പാടില്ല. ദേവേന്ദ്രൻ പ്രച്ഛന്നവേഷധാരിയായി രൈവതക പർവ്വതത്തിൻ്റെ തടത്തിലെത്തി. ഗോക്കൾ മേഞ്ഞു നടക്കുന്ന മനോഹര ദേശം കണ്ട് ദേവേന്ദ്രൻ്റെ ഹൃദയം കുളിർത്തു. ഭൂമണ്ഡലത്തിലെ സ്വർഗം തന്നെയാണിവിടം. ഇനിയും ഈ സ്ഥലം സുന്ദരമായാൽ സ്വർഗത്തെ ജനം ധിക്കരിക്കും, നിന്ദിക്കും. എന്നല്ല, ആശയുടെ പൂർണ്ണത ഇവിടെ എത്തിയെന്നു വരും. അതു പാടില്ല. ഇങ്ങനെ ചിന്തിച്ച ദേവപ്രഭു വരുണനെ വിളിച്ചു പറഞ്ഞു, വരുണദേവ, സുന്ദരമായ ഈ ഭൂമണ്ഡലം അങ്ങ് ദർശിച്ചാലും ഏത് നന്മയും അധികമായാൽ മനുഷ്യൻ അഹങ്കരിക്കും. അതാണ് ഇവിടെയും വന്നു ഭവിച്ചത്. ദേവസഭയെ വെല്ലുന്ന ഒരു മണ്ഡപം ഇവിടെ പണിയുന്നുണ്ട്. അതനുവദിക്കരുത്. ഇതാ ഈ പർവ്വത തടം വരെയുള്ള ഭൂമി സമുദ്രത്തിൽ താണു പോകണം. കാറ്റും കാറും കടലും ചേർന്ന് ഈ നഗരം വിഴുങ്ങട്ടെ. അഹങ്കാരത്തിൻ്റെ ഫലം ഇതാണെന്ന് എല്ലാവരും അറിയണം. വരുണൻ ദേവേന്ദ്രൻ്റെ അഭിപ്രായത്തിന് വഴങ്ങി. സമുദ്രദേവൻ ഒരു നിമിഷം കണ്ണുകൾ അടച്ചു നിന്നു. മനോഹരമായ ആ നഗരത്തിനു മുകളിൽ പതിവില്ലാതെ മേഘങ്ങൾ ഉരുണ്ടു കയറി. താർ വിടരും കാലമായിട്ടും ആകാശത്ത് കാർ വന്നതെങ്ങനെയെന്ന് ചിന്തിച്ച് ജനങ്ങൾ അതിശയിച്ചു. ഓരോ നിമിഷം കഴിയുന്തോറും കോടക്കാർ നിശിതമായി. ആകാശമിരുണ്ടു. ഭൂമിയിലേക്ക് തമസ് താണു വന്നു. സൂര്യൻ മറഞ്ഞതോടെ എവിടെയും ഇരുട്ടിൻ്റെ പുഴുക്കൾ ഇഴഞ്ഞു നടന്നു. യാദവർക്ക് പരസ്പരം കാണുവാനാവാതായി. ഭവനത്തിൽ ഇരുന്നവർ എന്താണ് സംഭവിച്ചതെന്നറിയാതെ പരിഭ്രമിച്ചു. കുട്ടികൾ നിലവിളിച്ചു. കാലികൾ പേടിച്ച് അമറി. രേവതനും മന്ത്രി മുഖ്യരും കൊട്ടാരത്തിന് പുറത്തിറങ്ങി. മഴമേഘങ്ങൾ ഇങ്ങനെയും മന്നിടത്തെ മൂടുമോ? രേവതന് അതിശയമായി. പ്രളയകാലത്ത് ഇതായിരിക്കും ഭൂമിയുടെ അവസ്ഥ. അവർ ഇങ്ങനെ ചിന്തിച്ചു നിൽക്കുമ്പോൾ ചെകിടടപ്പിക്കുന്ന ഒരു സ്വരം കേൾക്കുവാൻ കഴിഞ്ഞു. ഭീകരനും ഭീഷണനുമായ കൊടുങ്കാറ്റ് കടൽ കയറി വരികയാണ്. തിരമാലകൾ ചവിട്ടി മെതിച്ച് നഗരത്തെ കുലുക്കി അമ്മാനമാടി വൃക്ഷങ്ങൾ പിഴുത് അടിച്ച് ഭൂമി കൂത്തിത്തുളച്ച് പരവയിലെ തിരകളെ പമ്പരം പോലെ കറക്കി കാറ്റ് നഗരം ചുറ്റിപ്പൊതിഞ്ഞു. മണിസൗധങ്ങൾ ഇളകിച്ചാഞ്ഞു. വൃക്ഷങ്ങൾ ആകാശത്ത് കമ്പടവുകളി നടത്തി. ജനങ്ങൾ ഭയന്നു. ഓരോ ഭവനത്തിലുമുള്ളവർ ഒന്നുമെടുക്കാതെ ഓടി. രൈവതക പർവ്വതത്തിലേക്ക് അവർ ഓടിക്കയറി. എല്ലാവരോടും പർവ്വതത്തിലേക്ക് കയറുവാൻ രേവതൻ ആജ്ഞാപിച്ചു. പെട്ടെന്ന് മേഘങ്ങൾ വാ പിളർന്നു. തുമ്പിക്കരത്തിനൊത്ത വമ്പൻ ജലധാര നഗരത്തിൽ വീണു. തിരമാലകൾ നഗരത്തിലേക്ക് കയറുവാൻ തുടങ്ങി. ഭൂരിഭാഗം ജനങ്ങളും പർവ്വതത്തിലെത്തി. അവിടെ കാറ്റോ മഴയോ ഉണ്ടായിരുന്നില്ല. തങ്ങളുടെ നഗരം ചുഴലിയിൽ വട്ടം കറങ്ങുന്നത് അവർ കണ്ടു. രേവതൻ പർവ്വതത്തിലേക്ക് കയറിയില്ല. പിതാവിൻ്റെ ശവക്കുഴിക്കടുത്ത് രാജാവ് കമിഴ്ന്നു കിടന്നു. ആ കണ്ണുകൾ നിറഞ്ഞൊഴുകി. പിതാവ് തന്നെ ഏൽപ്പിച്ച ഈ നഗരം തനിക്ക് രക്ഷിക്കുവാനാവില്ലല്ലോ എന്നോർത്തപ്പോൾ രേവതൻ്റെ ഹൃദയം നുറുങ്ങി. അവസാനം കണ്ണുകളടച്ച് നിതാന്ത നിദ്രയിൽ എന്ന പോലെ അദ്ദേഹം കിടന്നു. പ്രിയ നഗരത്തിൻ്റെ ചൂര് അവൻ അറിഞ്ഞു. കിനാവള്ളി പോലെ മണ്ണിൻ്റെ കരങ്ങൾ രേവതനെ പൊതിഞ്ഞു. മേഘങ്ങളെ ചുംബിക്കുന്ന തിരമാലകൾ 3 ഭാഗത്തു നിന്നും നഗരത്തിലേക്ക് ഇരച്ചു കയറി. ആനർത്തൻ ആശിച്ചു നിർമ്മിച്ച മനോഹര നഗരം ജലത്തിൽ നനഞ്ഞു. വളരെ പതുക്കെ ജലത്തിൽ മുങ്ങി. ഗോക്കൾ കടലിൽ ഒഴുകി നടന്നു. സൗധങ്ങൾ ഇടിഞ്ഞു തകർന്നു. രേവതനോടൊപ്പം ആ നഗരം സമുദ്രത്തിൻ്റെ ഗർഭത്തിലൊളിച്ചു. ദിവസങ്ങൾ കഴിഞ്ഞു. മേഘങ്ങൾ പോയി. ആകാശം തെളിഞ്ഞു. രേവതക പർവ്വതത്തിൽ ജീവിച്ച ജനങ്ങൾ തങ്ങളുടെ പ്രിയ നഗരം നിന്നിരുന്ന സ്ഥലത്തേക്ക് നോക്കി. എവിടെയും വിശാലമായ കടൽപ്പരപ്പ് മാത്രം. യാദവർ കുന്നിറങ്ങി തടം താണ്ടി നദീതീരങ്ങളിൽ ചിതറി ജീവിച്ചു.
യാദവരുടെ പിതൃഭൂമി വീണ്ടെടുക്കണം. കേശവൻ കണ്ണുകളടച്ച് ധ്യാനത്തിലായി. നിമിഷങ്ങൾ ഇഴഞ്ഞു നീങ്ങി. പെട്ടെന്ന് ഒരു ജ്യോതിസ് അവിടെ ആവിർഭവിച്ചു. ആ ജ്യോതിസിൽ വരുണൻ രൂപമാർന്നു വന്നു. കേശവനെ സമുദ്രദേവൻ നമസ്കരിച്ചു. തൊഴുത് അരികെ നിൽക്കുന്ന വരുണനോട് കേശവൻ പറഞ്ഞു, വരുണദേവ, ഭഗവാന് വന്ദനം. ഒരു കാര്യം ഭഗവാനോട് അഭ്യർത്ഥിക്കുവാനാണ് ധ്യാനിച്ചത്. യാദവരുടെ പിതൃഭൂമി കടൽ കയറിപ്പോയി. അത് തിരികെ നൽകണം. കുശസ്ഥലിയുടെ ഭാഗമായ ആ നഗരഭൂമി കടലിൽ നിന്നും തെളിഞ്ഞു വരണം. മധുരയിൽ യാദവർക്കിനി തങ്ങുവാനാവുകയില്ല. അവരെ ഇങ്ങോട്ട് നയിക്കാമെന്ന് വിചാരിക്കുന്നു. ദേവകാര്യം നിർവഹിക്കുവാൻ അങ്ങനെ മാത്രമേ കഴിയുകയുള്ളൂ. കേശവന്റെ വാക്കുകൾ കേട്ട് വരുണൻ പറഞ്ഞു, ദേവാ, അങ്ങയുടെ അഭീഷ്ടത്തിന് ലോകത്തിൽ ആരെങ്കിലും എതിരു നിൽക്കുമോ? ഗോവിന്ദ, കടൽ യഥേഷ്ടം ഇറങ്ങിത്തരും. അവിടെ മുഴുവൻ യാദവർക്ക് നൽകുക. കേശവൻ പുഞ്ചിരിച്ചു. ഗോവിന്ദൻ കാണുകെ തന്നെ വരുണൻ തൻ്റെ വലതുകരം മുന്നോട്ടു നീട്ടി. ഒരു നിമിഷം കഴിഞ്ഞപ്പോൾ വലതുകര തുമ്പിൽ നിന്നും അത്ഭുതകരമായ ഒരു ജ്യോതിസ് ഉൽക്രമിച്ചു. കാഞ്ചനവർണം പുഷ്യരാഗത്തോടു കൂടിയാൽ എങ്ങനെ തിളങ്ങുമോ അതുപോലെ വിളങ്ങുന്ന പ്രകാശധാര അർണവത്തെ വർണ്ണാഭമാക്കി. കേശവനും വരുണനും കടലിലേക്ക് നോക്കി നിന്നു. മേഘമാലകൾ പെട്ടെന്ന് ശാന്തമായി. കാറ്റ് ശക്തി കുറഞ്ഞു വീശി. രൈവതകത്തിലെത്തി ജഗൽപിതാക്കളെ പൊതിഞ്ഞു നിന്നു. പ്രകൃതി ശാന്തയായി. ആദികാലത്തിൻ്റെ ജന്മസുഹൃതത്തിലേക്ക് കാലം കടന്നുപോയി. ചക്രവാളം അനന്തതയിലേക്ക് വികസിക്കുവാൻ തുടങ്ങി. പെട്ടെന്ന് രൈവതകത്തിന് ചലനം സംഭവിച്ചു. കൊടുമുടികൾ അടിയോടെ തകർന്നു വീഴുന്നതായി തോന്നി. എന്താണ് ഭവിക്കുന്നതെന്നറിയാതെ പരിഭ്രമിക്കുന്ന രൂപത്തിൽ ദിക്കുകൾ നിന്നു. സമുദ്രത്തിൻ്റെ മധ്യത്ത് പ്രകാശം അലാതവൃത്തമായി. ജലത്തിൽ അമർന്നു കിടക്കുന്ന കൂറ്റൻ ആനയുടെ മുതുക് അലസമായി തെളിയും പോലെ കടലിൻ്റെ മധ്യത്തായി കരയുടെ പുറംതോട് കണ്ടു. ചുവന്ന തൊടുത്ത സൂര്യബിംബം മന്ദം മന്ദം കടലിൽ താണു. കറുത്ത കരയുടെ പുറംതോട് ഉന്തിപ്പൊന്തി ചന്തം തികഞ്ഞു വന്നു. ആനയുടെ മുതുകിൽ നിന്നും ജലപാളികൾ പുഞ്ചിരിച്ചിറങ്ങും പോലെ ഇരുവശത്തേക്കും ജലം ചിരിച്ചിറങ്ങി. നീലമണൽ വിതറിയ യാദവരുടെ പിതൃഭൂമി മന്ദം മന്ദം ഉയർന്നു വന്നു. ഒരു കാലത്ത് സൗന്ദര്യത്തിൻ്റെ കേദാരമായിരുന്ന കുശസ്ഥലിയുടെ ഉപനഗരം ഇതാ ഉയരുന്നു. കൽപ്പാന്തത്തിനു മുമ്പ് കയറിയ ജലം ഗോകുലേശ്വരൻ വഴിമാറ്റി. പുതിയ ഭൂമിയും പുതിയ ആകാശവും തെളിഞ്ഞു വന്നു. നാട്ടുവെളിച്ചം പുതിയ ഭൂമിയിൽ തെറിച്ചു വീണു. പുത്തൻ ഭൂമിയുടെ നനുത്ത മാറിടത്തിൽ പക്ഷികൾ ആദ്യമായി നഖക്ഷതങ്ങൾ ഏൽപ്പിച്ചു. അപ്പോഴും ജലം ഇറങ്ങിക്കൊണ്ടിരുന്നു. അടിവെച്ച് താഴുന്ന കടൽ തിരമാലകളാൽ നൃത്തം ചെയ്യുക തന്നെയായിരുന്നു. കേശവനോട് വരുണൻ പറഞ്ഞു, ഗോകുലനാഥ, തിരുവുള്ളം പോലെ ഇതാ യാദവരുടെ പിതൃഭൂമി ഉയർന്നിരിക്കുന്നു. ആമയുടെ പുറന്തോട് പോലെയുള്ള ഭൂമി മനുഷ്യപാദസ്പർശനത്തിന് കൊതിക്കുകയാണ്. അങ്ങേക്കിവിടെ ദേവനഗരിയെപ്പോലും നാണിപ്പിക്കുന്ന നഗരം പണിയാം. കേശവൻ വരുണന്റെ വാക്കുകൾ കേട്ട് പുഞ്ചിരിച്ചു. യാദവരുടെ പൈതൃക ഭൂമി നൽകിയതിനു ശേഷം സമുദ്രനാഥൻ മറഞ്ഞു. കടൽ തന്ന മണ്ണിനെ നോക്കി മാധവനിരുന്നു. നാട്ടുവെളിച്ചം നന്നേ കുറഞ്ഞു വന്നു. തൊട്ടു പുറകിൽ വന്നു നിന്ന കാൽപ്പെരുമാറ്റം കേട്ട് കേശവൻ തിരിഞ്ഞു. ബലരാമനും രേവതിയും. ബലരാമന്റെ മുഖത്തെ ഭാവങ്ങൾ വേർതിരിക്കുവാനാവുന്നില്ല. എന്നാൽ പരിഭ്രമം കൊണ്ട് വിവർണമാണ് രേവതിയുടെ മുഖം. കേശവൻ ഉദ്വേഗത്തോടെ അവരെ നോക്കി. രേവതിയാണ് പറഞ്ഞത്, ഏറെ നേരമായി കണ്ടില്ല. പോരാട്ടം കഴിഞ്ഞതല്ലേയുള്ളൂ. ശത്രുക്കൾ മുഴുവനും ഒഴിഞ്ഞു കാണുകയില്ല. ജ്യേഷ്ഠനാണ് ഇരിക്കപ്പുറതി ഇല്ലാതെയായത്. ഇവിടെയെല്ലാം തിരഞ്ഞെന്നോ? ഇവിടം സുഖമുള്ള പ്രദേശം തന്നെയാണ്, ഗോവിന്ദൻ പറഞ്ഞു. ജ്യേഷ്ഠ, യാദവരുടെ മുത്തച്ഛന്മാർ സമ്പാദിച്ച വിശാലവും വളഭൂയിഷ്ടവുമായ ഭൂമി വരുണൻ തിരികെ തന്നിരിക്കുന്നു. മനോഹരമായ പ്രദേശമാണത്. യാദവർക്കിനി ഇവിടെ രാപ്പാർക്കാം. ദ്വാരക എന്ന് ഈ പ്രദേശത്തിന് നാമം നൽകിയാലോ? വാതിൽ എന്നാണ് ആ വാക്കിന് അർത്ഥം.
യാദവർക്ക് ഇവിടം ശ്രേയസ്സിലേക്കുള്ള വാതിലാകും. കുശസ്ഥലി ഇനി ദ്വാരകയോട് ചേർന്ന് പ്രശസ്തമാകും. ദ്വാരക. ബലരാമനും രേവതിക്കും ആ നാമം ഇഷ്ടമായി. വിശാലവും കറുത്ത പുറന്തോടുപോലെ കിടക്കുന്നതുമായ ആ പ്രദേശം കണ്ട് രേവതി അത്ഭുത വിവശയായി. തമസിൻ്റെ അലകൾ മഞ്ഞിൽ പൊതിഞ്ഞ് അവരെ പുണർന്നപ്പോൾ 3 പേരും കൊട്ടാരത്തിലേക്ക് നടന്നു. ഉദ്ധവൻ രാജാവുമൊത്ത് ഭരണപരമായ തന്ത്രങ്ങളെക്കുറിച്ച് സംസാരിച്ചിരിക്കുകയായിരുന്നു. ബലരാമനും കേശവനും യോജിച്ച സിംഹാസനങ്ങളിൽ ഉപവിഷ്ടരായി. കേശവൻ പറഞ്ഞു, മഹാരാജാവേ, കുശസ്ഥലിയോട് ചേർന്നുള്ള ഈ പ്രദേശം പണ്ട് യാദവരുടെ പിതൃഭൂമിയായിരുന്നു. പിന്നീട് കടൽ കയറിയതാണ്. ഇപ്പോൾ വരുണൻ ആ ഭാഗം ഒഴിഞ്ഞു തന്നിരിക്കുന്നു. യാദവർക്ക് വേണ്ടി ഇവിടെ ഒരു നഗരം പണിയാം. യാദവർക്ക് എന്നും പ്രിയമേറിയ മണ്ണായിരുന്നു ഇവിടം. കേശവന്റെ വാക്കുകൾ രാജാവിനെ അത്ഭുതത്തിൻ്റെ സ്വരങ്ങളായി. തൻ്റെ മുമ്പിലിരിക്കുന്ന ബലരാമനും കേശവനും മനുഷ്യവംശത്തിൽ ജാതരാണെങ്കിലും അവർ മനുജരല്ലെന്ന ബോധം രാജാവിനുണ്ടായി. ഗോലോകപതിയായ ജഗൽ പിതാവ് തന്നെയാണ് ഇന്ദ്രനീല പ്രഭയോടെ വിളങ്ങുന്നതെന്ന് രാജാവിന് തോന്നി. ആ ചിന്ത തന്നെ രാജാവിനെ ആഹ്ലാദിപ്പിച്ചു. രാജാവ് പറഞ്ഞു, ബലരാമനും ഗോവിന്ദനും മഞ്ഞിടത്തിൽ വന്ന വിണ്ണിലെ പ്രഭുക്കളാണെന്ന് ഞാൻ കരുതുന്നു. ദേവശ്രേഷ്ഠരെ, കുശസ്ഥലി വീണ്ടെടുക്കുക എൻ്റെ വ്രതമായിരുന്നു. രാക്ഷസന്റെ കരത്തിൽ നിന്നും എൻ്റെ രാജ്യം മോചനം നേടുന്നത് കണ്ടതിന് ശേഷമേ മരണം വരിക്കാവൂ എന്നും ഞാൻ നിത്യം പ്രാർത്ഥിച്ചിരുന്നു. നിങ്ങളുടെ സഹായത്താൽ എൻ്റെ ആഗ്രഹം സാധിച്ചു. ഞാൻ വൃദ്ധനായി. ഇനി ഹിമാലയത്തിൻ്റെ അടിവാരത്തിലേക്ക് ഒരു തീർത്ഥയാത്ര പോകുവാനാണ് ആഗ്രഹിക്കുന്നത്. ഇപ്പോൾ എൻ്റെ മനസ്സിൽ ഗൃഹസ്ഥാശ്രമത്തിൻ്റെ മഹോന്നതമായ ഒരു ഭാഗം കൂടി പൂർണ്ണമാകാതെ നിൽക്കുന്നു. എൻ്റെ മകളുടെ വിവാഹം കഴിഞ്ഞിട്ടില്ല. അതും കൂടി നിർവഹിച്ചിരുന്നുവെങ്കിൽ പൂർണ്ണകാമനായി യാത്ര ചെയ്യുവാൻ എനിക്ക് കഴിയുമായിരുന്നു. രേവതിയുടെ പിതാവിൻ്റെ വാക്കുകൾ ഒരു നിമിഷത്തെ നിശബ്ദത പരത്തി. രാജാവ് തുടർന്നു, ബലരാമ, എന്താ വേണ്ടതെന്ന് പറയൂ. കാര്യങ്ങൾ നിശ്ചയിക്കേണ്ടത് നീയാണ്. ബലരാമൻ ഗോവിന്ദനെ നോക്കി. ഗോവിന്ദൻ ജ്യേഷ്ഠനോട് കണ്ണുകൾ കൊണ്ട് കഥകൾ ഓതി. അർത്ഥമറിഞ്ഞ താലങ്കൻ രാജാവിനോട് പറഞ്ഞു, പ്രഭോ, എൻ്റെ ഉള്ളിലിരിക്കുന്നത് പറയാം. ആദ്യ ദർശനത്തിൽ തന്നെ എനിക്ക് രേവതിയെ ബോധിച്ചു. രേവതിക്ക് എന്നെ താല്പര്യമാണോ എന്നറിയില്ല. ഞങ്ങളാണെങ്കിൽ ജരാസന്ധൻ്റെ യുദ്ധഭീതിയിലുമാണ്. അതുകൊണ്ട് ജീവിതസുഖം ചിലപ്പോൾ കുറയും. അത്തരം ബദ്ധപ്പാടുകൾ ഉൾക്കൊള്ളുവാൻ ആവുമെങ്കിൽ രേവതിയെ ബാന്ധവിക്കുവാൻ എനിക്ക് പ്രിയമേയുള്ളൂ. ബലരാമൻ്റെ വാക്കുകൾ നിശബ്ദത വരുത്തി. രേവതിയുടെ ഹൃദയം നിലവിട്ട് തുടിച്ചു. വദനം അരുണാഭമായി. നയനങ്ങൾ വിടർന്നു. കൺകോണിൽ കാമബിന്ദുക്കൾ പൊടിഞ്ഞു. ഒരു നിമിഷം രേവതിയുടെ മനം പുറകോട്ടു പോയി. ഗദായുദ്ധത്തിൽ തൻ്റെ ഗദ തെറിച്ചുപോയപ്പോൾ അല്പവും അമർഷം തോന്നിയില്ല. മുഖത്ത് വിദ്വേഷവും വേദനയും ഇടകലർന്നപ്പോൾ മനസ്സിൽ സന്തോഷം തുടിച്ചു. കരുത്തുറ്റ ശക്തിമാനായ ഒരു യുവാവിൻ്റെ രൂപം ഹൃദയത്തിൽ കടന്നു വരികയായിരുന്നു. ആ രാത്രിയിൽ താൻ കണ്ട സ്വപ്നങ്ങൾ എന്തെല്ലാമാണ്! സാന്ദീപനി മഹർഷിയുടെ വാക്കുകളിൽ തെളിഞ്ഞു നിന്ന് വൃന്ദാവനത്തിലെ കാളിന്തി തീരത്തിൽ അദ്ദേഹവുമൊത്ത് നടക്കുന്നതായി സ്വപ്നം കണ്ടു. അമ്പാടിയിലെ ലതാ നികുഞ്ചത്തിൽ അരവിന്ദലോചനനൊത്ത് വിലാസലോലയായി വിഹരിക്കുന്നതും കണ്ടു. പക്ഷെ ഒരിക്കലും ആ സ്വപ്നങ്ങൾ അർത്ഥവത്താവുകയില്ലെന്ന് കരുതി. പിറ്റേന്ന് പ്രഭാതത്തിൽ എന്തുമാത്രം വേദനിച്ചു. ഇപ്പോൾ ഇതാ എല്ലാം ശരിയായി വരുന്നു. ഗദായുദ്ധത്തിൽ സിംഹപരാക്രമനായി തൻ്റെ മുന്നിൽ നിന്ന ശക്തിയുറ്റ ബലരാമൻ്റെ മാറിൽ താനൊരു പൂണുനൂലായി പടരുവാൻ പോകുന്നു. ആഹ്ലാദവും ആവേശവും അമ്പരപ്പും ഒന്നിച്ച് ഹൃത്തടത്തിൽ ഉയർന്ന് വാക്കുകളെ അമർത്തി. ബലരാമൻ രേവതിയുടെ മുഖത്തേക്ക് നോക്കി. രേവതിയുടെ വിടർന്ന കൺകോണിലെ കന്നൽ തുമ്പികൾ ബലരാമൻ്റെ താമരപ്പൂ വദനത്തിൽ പറന്നു കളിച്ചു. രേവതിയുടെ തിളങ്ങുന്ന കണ്ണുകളിൽ സൂര്യന്മാർ കത്തി നിന്നു. കൃഷ്ണൻ നിശബ്ദനായിരുന്നു. എല്ലാം ആസൂത്രണം ചെയ്തിട്ട് സൂത്രധാരൻ മാറിയിരിക്കുന്ന പ്രതീതിയാണ് മാധവന്റെ മുഖത്ത്.
ഉദ്ധവൻ ചോദിച്ചു, രേവതിയുടെ അഭിപ്രായം എന്താണ്? കൃഷ്ണൻ പറഞ്ഞു, നാളെ രാവിലെ മധുരയിലേക്ക് മടങ്ങാതെ വയ്യ. ഇവിടെ ഇനി പ്രത്യേകിച്ച് കാര്യങ്ങൾ ഒന്നുമില്ല. രേവതിയുടെ വാക്കുകൾ പോലെയാണ് കഥയുടെ പരിണാമഗുപ്തി. രേവതി പറഞ്ഞു, എനിക്ക് പ്രത്യേകിച്ച് അഭിപ്രായമൊന്നുമില്ല. അദ്ദേഹത്തിന് ഇഷ്ടമാണെങ്കിൽ. രേവതി ഇത്രയും പറഞ്ഞ് വ്രീളാവിവശയായി നിന്നു. എല്ലാവരും ചിരിച്ചു. നാണം രേവതിയെ അവിടെ നിൽക്കുവാൻ അനുവദിച്ചില്ല. അവൾ അന്തഃപുരത്തിലേക്ക് ഓടിപ്പോയി. രാജാവ് പറഞ്ഞു, ബലരാമ, എൻ്റെ ആഗ്രഹങ്ങൾ ഇന്ന് പൂർണ്ണമായി. കന്യകയുള്ള പിതാവ് ഏറ്റവും കൂടുതൽ ആശ്വസിക്കുന്നത് മകളെ അർഹനായ ഒരു യുവാവിനെ കൊണ്ട് വേളി കഴിപ്പിക്കുമ്പോഴാണ്. എൻ്റെ സൗഭാഗ്യം എന്നെ തുണച്ചു. പരസ്പരം അറിയാവുന്ന 2 പേരാണ് നിങ്ങൾ. ഈ ബന്ധം സാർത്ഥകമാണ്. രേവതിയെ ഉത്തമമായ ഒരു കരത്തിൽ അർപ്പിച്ചാൽ ഹിമാലയത്തിൻ്റെ താഴ്വരയിൽ പോയി സന്യാസം സ്വീകരിക്കണമെന്നാണ് ഞാൻ കരുതിയത്. എന്തായാലും നിങ്ങൾ അധികം മധുരയിൽ തങ്ങരുത്. വേഗം വരുക തന്നെ വേണം. അത്രയും നാൾ ഈ രാജ്യം ഞാൻ രേവതിക്ക് വേണ്ടി ഭരിക്കും. സന്തോഷത്തിൻ്റെ പൂത്തിരികൾ ഓരോ ഹൃദയത്തിലും കത്തിയുയർന്നു. ബലരാമനും കൃഷ്ണനും ഉദ്ധവനും മറ്റുള്ള സൈന്യങ്ങളും പ്രഭാതത്തിൽ കുശസ്ഥലി വിട്ടു. ഇതോടുകൂടി ഇന്നത്തെ ഭാഗം അവസാനിച്ചിരിക്കുന്നു. വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ഒന്ന് ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. താങ്ക് യു.